നിയമാവർത്തനം 24-ാം അധ്യായം. ഒരാൾ ഒരുവളെ സ്വീകരിച്ച് അവളുടെ ഭർത്താവായിരിക്കെ ആഭാസകരമായ എന്തെങ്കിലും അവളിൽ കണ്ടെത്തിയതുവഴി അവൾ അവൻ്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്താതായാൽ അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി അവന് അവളെ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. അവൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് മറ്റൊരു പുരുഷൻ്റേതായിത്തീരുന്നു എന്നിരിക്കട്ടെ. അടുത്തയാളും അവളെ വെറുത്ത് അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി തൻ്റെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞയക്കുകയോ അവളെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചയാൾ മരിച്ചു പോകുകയോ ചെയ്താൽ അവൾ മലിനയായി തീർന്ന ശേഷം അവളെ പറഞ്ഞയച്ച ആദ്യ ഭർത്താവ് അവൾ തൻ്റെ ഭാര്യയായി തീരേണ്ടതിന് അവളെ സ്വീകരിക്കാൻ തിരികെ ചെല്ലാൻ പാടുള്ളതല്ല. കാരണം കർത്തൃസന്നിധിയിൽ അതു നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. ഒരാൾ ഒരു പുതുമണവാട്ടിയെ സ്വീകരിച്ചാൽ അവൻ സൈന്യത്തോടൊപ്പം പുറപ്പെടരുത്. ഒരു ഉത്തരവാദിത്വവും അവൻ്റെ മേൽ ചുമത്തരുത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി 1 വർഷം അവൻ ഉത്തരവാദിത്വമുക്തനായിരിക്കും. പരിണയിച്ച ഭാര്യയോടൊപ്പം അവൻ സന്തോഷിക്കട്ടെ. ആട്ടുകല്ലോ മേൽക്കല്ലോ ആരും പണയം വാങ്ങരുത്. കാരണം ജീവൻ തന്നെയാണ് അവൻ പണയം വാങ്ങുന്നത്. ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരരായ ഇസ്രായേല്യരിൽ നിന്ന് ഒരു വ്യക്തിയെ മോഷ്ടിച്ച് അവനെ നിഷ്ഠുരമായി പീഡിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കാണപ്പെട്ടാൽ ആ മോഷ്ടാവ് മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. കുഷ്ഠബാധ അങ്ങേയറ്റം ശ്രദ്ധിക്കാനും വേണ്ടത് ചെയ്യാനും നീ ജാഗ്രത കാട്ടണം. ഞാൻ ലേവായ പുരോഹിതനെ അനുഗ്രഹിച്ചിട്ടുള്ളതുപോലെ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് മിരിയാമിനോട് വഴിയിൽ വെച്ച് ചെയ്തത് ഓർക്കണം. നിന്റെ അയൽക്കാരന് നീ എന്തെങ്കിലും കടം കൊടുക്കുമ്പോൾ അതിൻ്റെ പണയം ഈടാക്കാനായി അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. നീ വായ്പ കൊടുക്കുന്നയാൾ പണയവസ്തു പുറത്ത് നിന്റെ പക്കൽ കൊണ്ടുവരട്ടെ. അയാൾ അഗതിയാണെങ്കിൽ അവൻ്റെ പണയവസ്തുവിൽ നീ ഉറങ്ങരുത്. സൂര്യനസ്തമിക്കുമ്പോൾ പണയവസ്തു നീ തിരികെ കൊടുത്തിരിക്കണം. തൻ്റെ വസ്ത്രത്തിൽ അവൻ കിടക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായി പരിണമിക്കും. നിന്റെ സഹോദരനിൽ നിന്നോ നിന്റെ ദേശത്തെ കവാടങ്ങളിലെ പ്രവാസിയിൽ നിന്നോ ഉള്ള അഗതിയോ ദരിദ്രനോ ആയ കൂലിക്കാരനെ നീ ഞെരുക്കരുത്. നീ അവൻ്റെ കൂലി അന്നന്ന് നൽകണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. എന്തെന്നാൽ അവൻ അഗതിയും അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവനുമാണ്. നിനക്ക് പാപമാകും വിധം അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിക്കാതിരിക്കാനാണിത്. മക്കളെ പ്രതി പിതാക്കന്മാർ വധിക്കപ്പെടരുത്. പിതാക്കന്മാരെ പ്രതി മക്കളും വധിക്കപ്പെടരുത്. അവർ വധിക്കപ്പെടേണ്ടത് അവനവൻ്റെ പാപത്തെ പ്രതിയാണ്. പ്രവാസിയുടെയും അനാഥൻ്റെയും ന്യായം നീ തകിടം മറിക്കരുത്. വിധവയുടെ വസ്ത്രം നീ പണയം വാങ്ങരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും നീ ഓർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല കരവേലയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വയലിൽ നിന്റെ വിളവ് നീ കൊയ്യുമ്പോൾ ഒരു കറ്റ വയലിൽ മറന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ നിന്റെ ഒലിവ് തല്ലിപ്പറിക്കുമ്പോൾ പിന്നാലെ കൊമ്പുകൾ തപ്പിപ്പറിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ നിന്റെ മുന്തിരി പറിക്കുമ്പോൾ പിന്നാലെ കാലാപറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്നോർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്.